നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും മൂല്യമുള്ളതായി കാണുന്ന ഒന്നാണ് സ്വർണം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചത് മേടിച്ച് കൂട്ടി വയ്ക്കും. കാരണം അത് കൈമാറ്റം ചെയ്യുമ്പോൾ നമുക്ക് പണം ലഭിക്കുന്നു. എന്നാൽ സുവിശേഷം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസം നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. അല്പകാലത്തേക്ക് വിവിധങ്ങളായ പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും നിങ്ങൾ അതിൽ സന്തോഷിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് സഹനങ്ങളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് ക്രിസ്തുവിൻ്റെ വരവിൽ സ്തുതിക്കും ബഹുമാനത്തിനും മഹത്വത്തിനും കാരണമായി തീരുന്നു. ഇംഗ്ലീഷ് വേഴ്സിൽ അതിങ്ങനെയാണ് പറയുന്നത്: ഗോൾഡ് ദോ പെരിഷബിൾ ഈസ് ടെസ്റ്റഡ് ബൈ ഫയർ. സ്വർണം നശിക്കുന്നതാണെങ്കിലും അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. എന്നാൽ വിശ്വാസമോ, ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ട വിശ്വാസം അതിലേറെ ശുദ്ധി ചെയ്യപ്പെടണം. നശിക്കുന്ന സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നെങ്കിൽ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആത്മാവിന് വേണ്ടി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസം അത് എത്രമാത്രം ശുദ്ധി ചെയ്യപ്പെടണം. അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-3 വചനങ്ങൾ നമ്മൾ കാണും: നിങ്ങൾ വിവിധങ്ങളായ പരീക്ഷണങ്ങളിൽ അകപ്പെടുമ്പോൾ സന്തോഷിക്കുവിൻ, കാരണം അത് വിശ്വാസത്തിൽ സ്ഥിരത നൽകുന്നു. വിശ്വാസത്തിൽ നിങ്ങൾ സ്ഥിരപ്പെടുമ്പോൾ അത് പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുന്നു. സങ്കീർത്തനം 116:10: ഈവൻ വെൻ ഐ സെഡ് ഐ ആം ഗ്രേറ്റ്ലി അഫ്ലിക്റ്റഡ് ഐ കെപ്റ്റ് മൈ ഫെയ്ത്ത്. കൊടിയ ദുരിതത്തിലകപ്പെട്ടപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. നമ്മുടെ സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ടാൽ എന്തുമാത്രം ശ്രദ്ധയോടെ അത് വീണ്ടും തപ്പി തിരഞ്ഞെടുക്കും. അപ്പം നമ്മുടെ വിശ്വാസം ഏത് കഠിന പീഡകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കാരണം എന്താണ്? നശിക്കാത്ത ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയാണ്. ഗലാത്യർ 3:26 പറയുകയാണ്, വിശ്വാസം വഴി, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പം ദൈവപുത്രന്മാരായിക്കൊണ്ട് നിത്യരക്ഷ നേടുവാൻ നമുക്ക് ആവശ്യം വേണ്ട വിശ്വാസം അത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ കാത്തു സൂക്ഷിക്കണം. കൈമോശം വരരുത്. അതുകൊണ്ട് ഏതൊരുവനും, ഏത് മതത്തിൽപ്പെട്ടവനായിക്കൊള്ളെ, ക്രിസ്തുവിലുള്ള വിശ്വാസം അവൻ സൂക്ഷിച്ചാൽ, കാത്തു സൂക്ഷിച്ചാൽ അവൻ്റെ ആത്മാവ് അനശ്വരതയിലേക്ക് വരും. അവൻ്റെ ജീവിതം മാറി മറിയും. അതിനുവേണ്ടി ആ വിശ്വാസം കൈമോശം വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം.